വത്സൻ തില്ലങ്കേരിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ് മീഡിയ വൺ ഉന്നയിച്ചതെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ. ഒരു മാധ്യമം എന്ന രീതിയിൽ കാണിക്കേണ്ട ഒരു മര്യാദയും മീഡിയ വൺ കാണിച്ചിട്ടില്ല. മാപ്പ് പറയുന്നതുവരെ നിയമപരമായും അല്ലാതെയും ഈ വിഷയത്തെ ശക്തമായി നേരിടുമെന്നും ശശികല പറഞ്ഞു. ഒരു മാധ്യമം പാലിക്കേണ്ട ചില മിനിമം മര്യാദകൾ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ ചാനൽ അത് അക്ഷരാർത്ഥത്തിൽ ലംഘിച്ചിരിക്കുകയാണ്. ജനം ആരാധിക്കുന്ന നേതാവാണ് വത്സൻ തില്ലങ്കേരി. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന കാര്യാധ്യക്ഷനാണ്. ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നയാളാണ്. ഇതൊക്കെയാണെങ്കിലും കാര്യമാത്ര പ്രസക്തമായി എന്തെങ്കിലും അദ്ദേഹത്തെ എതിർക്കാനുണ്ടെങ്കിൽ ഏത് ചാനലും അത് എതിർത്തേ മതിയാകും. പക്ഷെ വളരെ നിരുത്തരവാദപരമായി ഒരു തരത്തിലും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് മീഡിയ വൺ ചാനൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത്. അദ്ദേഹം ഒരു ക്രിമിനലാണ് എന്നും കൊലക്കേസ് പ്രതിയാണ് എന്നും ഒക്കെ പറയുമ്പോൾ മിനിമം അതിനുള്ള എന്തെങ്കിലും തെളിവുകൾ വേണം. ഇവർ പറയുന്ന ഈ കൊലക്കേസ് ഒക്കെ തന്നെ അതിലേതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും വത്സൻ തില്ലങ്കേരി പ്രതിയായിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും കൊലക്കേസ് നിലവിലുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആരാണെങ്കിലും ദൈവത്തെയാണെങ്കിലും വിമർശിക്കണം എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കേണ്ടത്. ദൈവം തെറ്റ് ചെയ്താൽ ദൈവത്തെയും ചോദ്യം ചെയ്യും എന്നുള്ളതാണ് മാധ്യമത്തിന്റെ രീതി. അതാവുകയും വേണം. അപ്പോൾ ഇങ്ങനെ ഒരു തെളിവില്ലാതെ ഇത്തരത്തിൽ ജനം ആരാധിക്കുന്ന ഒരു നേതാവിനെതിരെ ഒരു മാധ്യമം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മീഡിയ വൺ ചെയ്തത്. അതുകൊണ്ട് മീഡിയ വൺ പരസ്യമായി ചാനലിലൂടെ വത്സൻ തില്ലങ്കേരിയുടെ മാപ്പ് പറയണം. ഉത്തരവാദിത്വമുള്ളൊരു ചാനൽ എന്ന നിലയിൽ അത് അവരുടെ ബാധ്യതയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനമനസ്സുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് മീഡിയ വണ്ണിന്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പൊ അത് ഇതുപോലൊരു നേതാവിനെതിരെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ മാധ്യമത്തിലൂടെയാണ് അദ്ദേഹത്തെ അപഹസിച്ചത്. ആ മാധ്യമത്തിലൂടെ തന്നെ മീഡിയ വൺ ചാനൽ വത്സൻ തില്ലങ്കേരിയോട് മാപ്പ് പറയണം. അതല്ല എങ്കിൽ ശക്തമായ നിയമ നടപടികൾ അത് ഹിന്ദു ഐക്യവേദിയും സ്വീകരിക്കും, വ്യക്തിപരമായി വത്സേട്ടനും സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ കേസും അല്ലെങ്കിൽ അവർ അതിനുള്ള തെളിവുകൾ പുറത്തുവിടണം. അദ്ദേഹം കൊലക്കേസ് പ്രതിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള തെളിവുകൾ പുറത്തുവിടാനുള്ള ഉത്തരവാദിത്വം നിർബന്ധമായും അവർക്കുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ. അല്ലെങ്കിൽ രണ്ടു തരത്തിലും ഒന്ന് ജനകീയമായ ഒരു പ്രക്ഷോഭവും നിയമപരമായ പോരാട്ടവും ഈ വിഷയത്തിൽ അവർ മാപ്പ് പറയുന്നത് വരെ ഉണ്ടാകും, ഉറപ്പാണ്.